സാധാ ഒരു നോർമൽ കാലിബർ ബൈക്കാണ് ഈ ഒരു ഇലക്ട്രിക് ബൈക്കിലേക്ക് കൺവേർട്ട് ചെയ്തത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി തന്നെ 22,500 ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ടുള്ളത്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സങ്കടമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോയി ഇതൊരു 800 നമ്മൾ കൺവേർട്ട് ചെയ്ത് ലംബോർഗിനി ആക്കി മാറ്റിയതാണ് ഇത്. ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് കാരന്തൂർ മർക്കസ് ITI സ്കൂളിലാണ് ഉള്ളത്. ഇവിടെ വരാനുള്ള മെയിൻ പ്രത്യേകത നമ്മൾ സാധാരണ ഒരു ബോക്സർ കാലിബർ വണ്ടി ഒരു ഇലക്ട്രിക് വണ്ടിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ മാഷ്മാരും സ്റ്റുഡൻസൊക്കെ ചേർന്നിട്ട് ചെയ്തതാണ്. ഏകദേശം 22,000-23,000 രൂപ എക്സ്പെൻസ് ആയിട്ടുള്ളൂ. ആ ഒരു വിശേഷങ്ങളിലേക്ക് നമ്മൾ പോകാൻ നോക്കുന്നത്. ഈ ഒരു മർക്കസ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിൻ്റെ ആ ഒരു സെക്ഷനിലാണ് വണ്ടി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്താണ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം, എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്, ബാറ്ററി, അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കറക്റ്റ് പോയി നോക്കാം. ബാക്കമ്മ ഈ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിൻ്റെ ഈ ഒരു സെക്ഷനിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ഒരു ഇലക്ട്രിക് വണ്ടി മാത്രമല്ല ഒരുപാട് സെക്ഷൻ ഉണ്ട് ഇവിടെ. കാറിൻ്റെ ഉണ്ട്, ബൈക്കിൻ്റെ ഉണ്ട്. അതിൽ നിന്ന് നമുക്കൊരു സ്പെഷ്യലായിട്ട് പറയാനുള്ളത് ഇലക്ട്രിക് ബൈക്കാണ്. അതായത് സാധാ ഒരു ബോക്സർ കാലിബർ ഒരു ഇലക്ട്രിക് ബൈക്കിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ മാഷ്മാരും സ്റ്റുഡൻസും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു വണ്ടി നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരോട് തന്നെ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. എന്താ പേരെന്താ സാറേ? രാഹുലാണ്. രാഹുൽ, അരുൺ, അനസ്, ഷാമിൽ, ഹാഷിം, സയ്യിദ്, പ്രവീൺ. നമ്മൾ അറിയാലോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ഓലൻ്റെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? ഇത് ഏകദേശം എത്ര മാസമായിട്ടുണ്ടാവും ഈ ഒരു വർക്ക് കാര്യങ്ങൾ കഴിഞ്ഞിട്ട്? ഒരു മാസത്തോളം. കാരണം ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് എൻ്റെ പേര് മുഖ്താർ. വെൽക്കം ബാക്ക് ട്രാവൽക്ക്. സാധാ ഒരു നോർമൽ കാലിബർ ബൈക്കാണ് ഈ ഒരു ഇലക്ട്രിക് ബൈക്കിലേക്ക് കൺവേർട്ട് ചെയ്തത്. ഇന്നത്തെ ഈ ഒരു കാലത്ത് ഏകദേശം പെട്രോളിന് 105 റേറ്റ് വരുന്നുണ്ട് ഒരു ലിറ്റർ പെട്രോളിന്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഇലക്ട്രിക് ബൈക്ക്. ആ ഒരു ഇലക്ട്രിക് ബൈക്ക് ഈ ഒരു കാലിബറിലേക്ക് കൺവേർട്ട് ചെയ്തപ്പം ചെറിയ റേറ്റ് കാര്യങ്ങളാണ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ അഡീഷണലായിട്ട് എന്തൊക്കെ വെച്ച് സാധാരണ നോർമൽ ഒരു ഇലക്ട്രിക് വണ്ടിയിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്തതെന്നുള്ളത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇവിടുത്തെ സാർമാരോട് തന്നെ ചോദിച്ചു നോക്കാം. ഹായ് സാർ, എങ്ങനെയാണ് ഇത് ഈ ഒരു ഇലക്ട്രിക് വണ്ടി? ഇപ്പോൾ നമ്മളൊരു പഴയ മോഡൽ, ഒരു സ്ക്രാപ്ഡ് ആയിട്ടുള്ള ഒരു സെയിം മോഡൽ നമ്മളൊരു ബജാജ് കാലിബർ വണ്ടിയുടെ എന്താ പറയുക ഫ്രെയിം ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ വണ്ടി ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്മൾ എഞ്ചിന് മറ്റ് പാർട്സുകളൊക്കെ ഒഴിവാക്കി അതിന് പകരം നമ്മൾ ഇലക്ട്രിക് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട്, അപ്പോൾ ഇത് ഫുൾ സീൽഡ് ആയിട്ടല്ല, നല്ല ഓപ്പൺ ആയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിൻ്റെ ബാറ്ററി അതുപോലെ മോട്ടർ കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കാണാവുന്ന രീതിയിൽ ഓപ്പൺ ആയിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, ഇതിൽ നമ്മളിപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 12 വോൾട്ടിൻ്റെ 4 ബാറ്ററി, അതിൽ 48 വോൾട്ടാണ് മൊത്തം ബാറ്ററിയുടെ വോൾട്ട് വരുന്നത്. ഇത് ഏകദേശം എത്ര മാസം എടുത്തിട്ടുണ്ട്? ഏകദേശം ഒരു മാസത്തോളം. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ വണ്ടി ചേർന്നിട്ടാണ് ഈ ഒരു വണ്ടി നിർമ്മിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നോർമൽ നമ്മൾ ഏതൊരു വണ്ടി ഇലക്ട്രിക് വണ്ടിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിലും ഈ ഒരു എക്സ്പെൻസ് ആണോ വരിക? അതെ, ടോട്ടൽ അതായത് 22,000 ടോട്ടൽ എക്സ്പെൻസ് ആയത് 23,000 രൂപ ആയിട്ടുള്ളൂ. ഒരു സാധാ നോർമൽ ഒരു വണ്ടി നോർമൽ ആയിട്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി നമ്മളൊരു ബൈക്ക് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ചിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിതിപ്പോൾ സിമ്പിൾ ആയിട്ട് ഒരു ഒറ്റ വണ്ടിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബൾക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇനിയും കോസ്റ്റ് കുറച്ചിട്ട് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ഒരൊറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്നത്തെ ഈ ഒരു മാർക്കറ്റിൽ ഇലക്ട്രിക് സ്കൂട്ടർ ഏകദേശം 1.5 ലക്ഷം രൂപ കോസ്റ്റ് വരുന്നുണ്ട്. നമ്മളൊരു വണ്ടി വാങ്ങാൻ പോകുമ്പോൾ അത് അവർ അത്രക്കും മാർജിൻ ഇട്ടിട്ടാണോ വണ്ടി എടുക്കുന്നത് ആണെന്നുള്ളത് നമുക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. അതെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇലക്ട്രിക്കൽ വാഹനം എന്ന് പറഞ്ഞ ഒരു കൺവേർഷനാണ് നടന്നിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ നിലവിലുള്ള വിപണിയിലുള്ള ഓടിക്കഴിഞ്ഞിട്ടില്ല 98 മോഡൽ കാലിബർ ബൈക്കിനെ നമ്മൾ ഇലക്ട്രിക്കൽ ബൈക്കാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിന് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് ചെയ്തത്. കുട്ടികളുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് എക്സ്പെരിമെൻ്റ് ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പഴകിയ സ്ക്രാപ്പായിട്ടുള്ള വാഹനങ്ങളിൽ എങ്ങനെ നമുക്ക് പണച്ചെലവ്, ഇപ്പം നിലവിലൊരു ഇലക്ട്രിക്കൽ വാഹനം കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 1 ലക്ഷം രൂപയുടെ അടുത്ത് വരും. അപ്പോൾ നമ്മൾ അതൊന്നും ഇല്ലാണ്ട് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഒരു ഇലക്ട്രിക്കൽ ബൈക്ക് ഉണ്ടാക്കാമെന്നുള്ള ഒരു ഐഡിയയുടെ മേലെയാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ കുട്ടികളാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ടൊക്കെ കളക്ട് ചെയ്തു. അപ്പോൾ ഫൈനലി നമ്മളെ വാഹനം ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവിലാണുള്ളത്. നിലവിൽ ഇതിനൊരു 100 കിലോമീറ്റർ റേഞ്ച് നമുക്കിതിപ്പം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 2 പേരെ വെച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ തന്നെ ഇതിന് ഏകദേശം കോസ്റ്റ് വരുന്നത് 20,000 രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ വാഹനം ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള വാഹനമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് ചിലവ് വരുന്നത് നമ്മുടെ ഈ ഇലക്ട്രിക്കൽ വാഹനത്തിൻ്റെ മെയിനായിട്ടുള്ള കിറ്റുകളും അതോടൊപ്പം തന്നെ നമ്മുടെ വാഹനം, അതായത് ഇതിൻ്റെ
നമ്മുടെ ഇലക്ട്രിക്കൽ വാഹനം നമ്മൾ ഇതുവരെയുള്ള, അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാഹനം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു രൂപത്തിൽ തന്നെ അതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഞ്ചിൻ്റെ ആ ഭാഗം മാറ്റിയിട്ട് നോക്കി ഒരു മോട്ടർ, അതുപോലെ തന്നെ ബാറ്ററി ഉപയോഗിച്ചിട്ട് നമ്മൾ വാഹനം നമുക്ക് ഈസി ആയിട്ടാണ് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ ഡിസൈൻ ചെയ്യാം, ആ രീതിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയത്തക്ക രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു 100 കിലോമീറ്ററോളം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒറ്റ ചാർജിൽ, ഏകദേശം ഒരു 5 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 100 കിലോമീറ്ററോളം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വാഹനത്തിൻ്റെ റേഞ്ച് കിട്ടുന്നു. അപ്പോൾ വേറെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റ് ചെയ്യാം. നമുക്ക് മെയിനായിട്ട് നമുക്ക് ഈ ചുരുങ്ങിയ ചിലവിൽ, അതായത് കുറച്ചും കൂടി നമ്മൾ ഈ ഒരു പരീക്ഷണഘട്ടം ആയതിനെക്കൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടി എക്സ്പെൻസ് വന്നത്. അല്ലാത്ത രീതിയിൽ നമുക്ക് കുറച്ചും കൂടി എക്സ്പെൻസ് കുറച്ച് ഒരു സൈക്കിളിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്ക് നമുക്കൊരു ഇലക്ട്രിക്കൽ ബൈക്ക് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ ഒരു ഇലക്ട്രിക് വണ്ടി കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നോർമലി നമ്മളൊരു 1.5 ലക്ഷം റുപ്യക്കാണ് ഒരു ഇലക്ട്രിക് ബൈക്കിന് വരുന്നത്. പക്ഷേ സാറിപ്പോൾ ഇത് ചെയ്ത് ഏകദേശം 22,500 അതായത് പരീക്ഷണം അതിനകത്ത് കുറേ പാർട്സുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. ഈ ഒരൊറ്റ വണ്ടി ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത്. പക്ഷേ ഒരുപാട് വണ്ടിക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ റേറ്റ് ഇനിയും കുറയുള്ളൂ. തീർച്ചയായിട്ടും. അതായത് നമ്മളിപ്പോൾ ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ വാഹനം ഉണ്ടാക്കണം. അപ്പോൾ ആ ഇതിൽ വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ പകുതി കോസ്റ്റ്, അതായത് ഒരു 27,000 ഉള്ള ഒരു 12,500 രൂപയ്ക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വണ്ടി കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ആശയത്തിലേക്കുള്ള വരാനുള്ള മെയിൻ കാരണം എന്താണ്? മെയിൻ കാരണം നമ്മൾ മുമ്പിലൊരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഉള്ള പെട്രോൾ വാഹനങ്ങളൊക്കെ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ അതോടുകൂടി തന്നെ കുട്ടികൾക്കും ഇടയിൽ എന്തുണ്ട് ഒരു സംശയം, ഇതോടുകൂടി സാറേ നമ്മുടെ പഠനം എങ്ങനെ. അപ്പോൾ അത് നമുക്ക് ഇലക്ട്രിക്കൽ വാഹനം നമ്മൾ വാങ്ങാൻ നോക്കുന്ന സമയത്ത് 1 ലക്ഷം രൂപയുടെ അടുത്ത് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നേരെ ഇവിടെ തന്നെ ഒരു ഇലക്ട്രിക്കൽ വാഹനം ഉണ്ടാക്കണം എന്നുള്ളത് കുട്ടികളുടെ ആവശ്യപ്രകാരം അവരെന്നെ മുൻകൈ എടുത്തിട്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവരെന്നെ ഉണ്ടാക്കി. ഇതിപ്പോൾ സാധാരണ ഒരു ബോക്സർ കാലിബർ വണ്ടിയാണ്. അതിൽ നിന്ന് ഒരുപാട് ഈ ബാറ്ററി മോട്ടർ അല്ലാതെ അഡീഷണൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹെഡ്ലൈറ്റ് ആണെങ്കിലും ഇൻഡിക്കേറ്റർ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ഒരു ഡിസൈനിലെ കാര്യങ്ങളിലൊക്കെ വന്നത്? അതെന്താന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇതിൻ്റെ കപ്പാസിറ്റി നമുക്കറിയാം. ബൈക്കിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ എഞ്ചിൻ്റെ അകത്ത് തന്നെ നമ്മൾ അതിൻ്റെ അൾട്ടർനേറ്റർ വർക്ക് ചെയ്ത് ഡയറക്റ്റായിട്ട് കറണ്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് നമ്മൾ ഈ ഒറ്റ ബാറ്ററിയിൽ നിന്ന് തന്നെ അതിനെക്കൊണ്ട് അതിനുള്ള രീതിയിലുള്ള ഇൻഡിക്കേറ്റേഴ്സും ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റൊക്കെ നമുക്ക് അതിനനുസരിച്ച് മാറ്റി ചെയ്യേണ്ടി വന്നു. അത് നമുക്ക് നമ്മുടെ സാധാരണ ബൈക്കിനനുസരിച്ചിട്ട് ചിലവ് കുറവ് തന്നെയാണ് വരുന്നത്. പിന്നെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചെയ്തു? എന്താ ഈ ഒരു സീറ്റ്, ഈ ഒരു മോഡൽ, ഈ ഒരു ഷേപ്പിലേക്ക്? ഇത് നമ്മുടെ ഒരു പരീക്ഷണം. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മൾ ലഗേജിൻ്റെ സ്പേസും കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 പേർക്ക് യാത്ര ചെയ്യുന്നത് ഉള്ള രീതിയിൽ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൂസ് ബൈക്ക് അതിൻ്റെ ഒരു മോഡലിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കിയതാണ്. കൂടാതെ നമ്മൾ 2-3 പരീക്ഷണം, ഒന്ന് വെയിറ്റേജുള്ള പരീക്ഷണം, ഒന്ന് അല്ലാണ്ടുള്ള ഗ്രൗണ്ടിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ RTOൻ്റെ പെർമിഷൻ ഒന്നും കൊടുത്തിട്ടില്ല. വാഹനം നമ്മുടെ പേരിലുള്ള വാഹനം തന്നെയാണ് കൺവേർട്ട് ചെയ്തത്. ഇപ്പോൾ 15 കൊല്ലം കഴിഞ്ഞതാണ്. അന്വേഷണത്തിൽ മനസ്സിലായത് 40 വോൾട്ട് വരെയുള്ള വാഹനങ്ങൾക്ക് നമുക്ക് RTO പെർമിഷൻ്റെ ആവശ്യമില്ല. അതായത് 25 കിലോമീറ്റർ റേഞ്ച്, അതായത് നമ്മുടെ ഏകദേശം നമ്മുടെ മോട്ടറും അതായത് പേപ്പറുകളൊന്നും വേണ്ട. അപ്പോൾ അത് നമുക്ക് എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ റൂട്ടുമിൽ ഉപയോഗിക്കുന്നതിനും ഒരു തടസ്സമില്ല, നിലവിൽ നിയമ തടസ്സങ്ങളൊന്നുമില്ല. അല്ല, ഇത് നമ്മൾ ശരിക്കും ഇതൊന്നല്ല, ഇതിനെ ശരിക്കും കവേർഡൊക്കെ ചെയ്തിട്ട് സാധാരണ ഒരു ബൈക്ക് മാതിരി ആക്കാം. പക്ഷേ ഇത് പഠിക്കുക, അതായത് വരുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത്രയും സിമ്പിളാണ് കാര്യം. ഒരു ഇലക്ട്രിക് വണ്ടിക്ക് കാര്യമായിട്ട് ഒരു ബാറ്ററിയും അതിൻ്റെ മോട്ടറും ഒരു കൺട്രോളും ഉണ്ടെങ്കിൽ ആ വാഹനം സുഖമായിട്ട് ചലിക്കും എന്നുള്ളത്. പെട്രോൾ വണ്ടി ഇലക്ട്രിക് വണ്ടിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ അതെ അത് ചെയ്യും. നമ്മൾ അതിനെ പറ്റിയിട്ട് നമ്മൾ ഒന്നും കൂടി, അതായത് ഏത് വാഹനം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതായത് ഇലക്ട്രിക് ഉണ്ട്. നമ്മളിവിടെ അഡീഷണൽ ഇപ്പോൾ നിലവിൽ ഇപ്പം KGCയുടെ ഓട്ടോമൊബൈലിൽ ഉള്ളതിനെക്കാട്ടും അഡീഷണൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക്കൽ വണ്ടീനെ പറ്റി മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് പഠിച്ചു. കാരണം ഭാവിയിലുള്ള ഒരു ഇതിൻ്റെ ഇലക്ട്രിക്കാണ്. അതിൻ്റെ സാങ്കേതികത്വം നിരന്തരം മാറുന്നുണ്ട്. ഇപ്പോൾ ഒരു വണ്ടി ഇപ്പോൾ ടാറ്റേൻ്റെ സാങ്കേതിക വിദ്യ ആയിരിക്കില്ല വേറെ കമ്പനിക്ക് ഉണ്ടാവുക. ബേസിക്കലിയുള്ള കാര്യങ്ങളല്ലാണ്ടുള്ള അതിനുള്ളിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ട് കുട്ടികൾ എന്തുണ്ട് അതിനെ പറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ മാക്സിമം എത്ര ലോഡിംഗ് കപ്പാസിറ്റി? ലോഡിംഗ് നമ്മൾ 2 പേരെ വെച്ചിട്ടുണ്ട്. 2 പേരെന്ന് പറയുന്ന സമയത്ത് ഏകദേശം ഒരു 60, ഒരു 80 ഉള്ളത് 160 കിലോ വരെ നമുക്ക് 2 പേരുള്ള വെയിറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? 160 2 പേരെ യാത്ര ചെയ്യുന്ന രീതി. ഇത് മാക്സിമം എത്ര വെയിറ്റ് വരുന്നുണ്ട്? ഇത് മൊത്തമായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ എഞ്ചിൻ്റെ അത് ഒഴിവാക്കിയിട്ട് ഏകദേശം ഒരു 100-120 ആ റേഞ്ചേ വരുള്ളൂ. വെയിറ്റേ വരുന്നുള്ളൂ. വെയിറ്റ് ടോട്ടൽ. ടെസ്റ്റ് ഡ്രൈവ് നോക്കിയിട്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ കയറ്റം ഒന്ന് കയറ്റുന്ന നോക്കാം. അതേപോലെ തന്നെ സാറേ ഞാൻ ഇവിടെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇവിടെ ഒരു കാറിൻ്റെ ഒരു സീറ്റ് ബെൽറ്റ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ സീറ്റ് ബെൽറ്റിൻ്റെ നമ്മുടെ 1-2 കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ മെയിനായിട്ട് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ മെയിനായിട്ടുള്ളത് നമ്മുടെ സൗണ്ടാണ്. സൗണ്ട് എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഇത്ര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും,
ഒരു റേഞ്ച് കഴിഞ്ഞാൽ നമ്മളെ സൗണ്ട് കട്ടാവും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും കൂടി സേഫ്റ്റി കൂട്ടുന്ന രീതിയിൽ നമ്മുടെ ഇഗ്നിഷനായിട്ട് കണക്ട് ചെയ്തിട്ട് വാഹനം എന്ത് ചെയ്യില്ല, മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സീറ്റ് ബെൽറ്റ് കണക്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ മൂവ് ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലേക്ക്. അതായത് സീറ്റ് ബെൽറ്റ് ഇട്ടില്ല വണ്ടി മൂവ് ചെയ്യില്ല. അത് ഇത് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, അതിപ്പോൾ വർക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഈ വണ്ടിയിലാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മാറ്റിസ്, ദേവു മാറ്റിസ് ആണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മാത്രമല്ലാണ്ട് കുറച്ചും കൂടി സേഫ്റ്റീൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സിമ്പിളായിട്ട് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളിവിടെ ലംബോർഗിനി, ഇതൊരു 800 നമ്മൾ കൺവേർട്ട് ചെയ്ത് ലംബോർഗിനി ആക്കി മാറ്റിയതാണ്. ഇത് 800 മാറ്റി ഒന്ന് സ്കെയിലിൽ ചെറിയൊരു മാറ്റം വന്നു. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആ 800ൻ്റെ അകത്തേക്ക് മാറ്റുന്ന സമയത്ത് അഡീഷണൽ ബോഡി ചെയ്യാണ്ട് സിമ്പിളായിട്ട് ചെയ്ത എല്ലാ ബോഡി ഒതുക്കിയിട്ട് ചെയ്താണിത്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ ഒരു ഇലക്ട്രിക് ബൈക്കിന്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് ആണ് ഇപ്പോൾ മെയിനായിട്ട് നമ്മുടെ മുന്നിലുള്ളത്. ടെസ്റ്റ് ഡ്രൈവ് നടത്തിയോ? ഓക്കെ. കുട്ടികൾ തന്നെ ചെയ്യട്ടെ, അവർ ചെയ്താണ്, അവർ തന്നെ നമ്മൾ എല്ലാ ഭാഗങ്ങളും ഇവരാണ് ഈ ഒരു വണ്ടി ഫുള്ള് കാര്യങ്ങൾ ചെയ്ത്. അപ്പോൾ എന്തായാലും നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഒരു കീയിലാണ്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പോൾ മൂവ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് നോക്കാൻ പോവാണ്. സാധാരണ നമ്മൾ ഒരു ചാവി തിരിച്ചിട്ട് ബ്രേക്ക് പിടിച്ചിട്ടാണ് സാധാരണ ആക്സിഡൻറ്റ് കൊടുക്കാറ്. അതിൽ നിന്നൊരു വ്യത്യാസമുണ്ട്. ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു പുള്ളിങ് ഫീൽ ചെയ്യുന്നുണ്ട്. നോക്കട്ടെ, ഇത് ബ്രേക്ക് ഫുള്ള് ഇവിടെ തന്നെ അല്ലേ? അങ്ങനെ പോയി. ഇതൊരു കാലിബർ വണ്ടിയാണ്, പക്ക ഒരു കാലിബർ വണ്ടിയാണ്. പക്ഷേ ഇതിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്താൻ ഇനിയും ഒരുപാടുണ്ട്. കാരണം ഫസ്റ്റ് ടൈമാണ് ഇവർ ഈ ഒരു വണ്ടി ഈ ഒരു മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. കാരണം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബാറ്ററി കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. കാരണം പുറത്ത് സാധാരണ ഒരാൾ യൂസ് ചെയ്യാനുള്ള കോലത്തിലാവുമ്പം അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താറുണ്ട്. അപ്പോൾ ഇത് ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു പുള്ളിങ്ങിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇനി ആ ഒരു ചെറിയൊരു കയറ്റുണ്ട്. ഏകദേശം സാറ് പറഞ്ഞാൽ നമ്മളോട് 160-170 കിലോ വെയിറ്റാണ് പറയുന്നത്. ഏകദേശം ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 110-120 ആണ് വെയിറ്റ് വരുന്നത്. ഏകദേശം ഈ വണ്ടി മൊത്തത്തിൽ വർക്ക് കാര്യങ്ങൾ കഴിക്കാൻ 22,500 23 ആ റേഞ്ചിലാണ് വരുന്നത്. അതായത് ഈ ഒരു വണ്ടിക്ക് മാത്രം. അങ്ങനെ ഒരുപാട് വണ്ടി ചെയ്യുകയാണെങ്കിൽ ഏകദേശം 10,000 15,000 ഉള്ളിൽ കിട്ടുമെന്നാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, സാധാരണ ഒരു കാലിബർ വണ്ടി ഈ ഒരു വണ്ടിയിൽ ഇലക്ട്രിക് മാറ്റിയപ്പം 22,500 ആണ് വന്നിട്ടുള്ളത്. പക്ഷെ നോർമലി ഇപ്പം നമ്മുടെ നാട്ടിൽ സെയിൽ ചെയ്യുന്ന ഓരോ ഇലക്ട്രിക് വണ്ടിക്കും 1.5 ലക്ഷം റുപ്യ 1,60 ലക്ഷം റുപ്യ വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഇതിൽ സംബന്ധിച്ച് നോക്കുമ്പം എനിക്ക് അതൊരു റേറ്റ് കൂടുതലാണോ എന്നുള്ള ഒരു ഡൗട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിയായിട്ട് അവിടെ പോവുകയാണ്. ഇപ്പോൾ ഏകദേശം മാക്സിമം ലോഡിങ് കപ്പാസിറ്റി പറയുന്നത് 160 ആണ് പറയുന്നത്. നമ്മളിവിടെ തൊട്ടടുത്ത് തന്നെ ദിലീപ് ഉണ്ട്. ദിലീപിനോട് കയറ്റിയിട്ടൊന്ന് വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ദിലീപേ വാക്കേറ്. ഏകദേശം 100 കിലോ ഞാനുണ്ട്. ഏകദേശം 80 കിലോ ഉണ്ട്. 180 കിലോ വരുന്നുണ്ട്. പിന്നെ പറഞ്ഞാൽ സീറ്റ് അത്യാവശ്യം ലെങ്തി അല്ല. അതിനെ കൊണ്ട് തന്നെ ദിലീപ് പിന്നെ നല്ലോണം പിടിച്ചോ ദിലീപേ, വീകണ്ട. അപ്പോൾ നമ്മൾ പോവാണ്. പണിപാളോ കയറാൻ പ്രയാസമാണ്. ഇല്ല, ഇറങ്ങിക്ക. ഒന്നാമത് ഇതിൻ്റെ കുറച്ചും കൂടി വർക്ക് കഴിയാനുണ്ട്. ഏകദേശം 180-160 വെയിറ്റ് കപ്പാസിറ്റി പറഞ്ഞിട്ടുള്ളത് സാർമാർ. നമ്മൾ ഏകദേശം 180 കിലോനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് കയറിയിട്ടുണ്ട്. എന്നാലും കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അത്യാവശ്യം പുള്ളിങ് തന്നെ വണ്ടി കയറും. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി തന്നെ 22,500 ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ടുള്ളത്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സങ്കടമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ ഒറ്റയ്ക്ക് സുഖമായിട്ട് കയറുന്നുണ്ട്. കാരണം പൈതി കയറ്റത്ത് നിർത്തിയിട്ടാണ് നമ്മൾ വണ്ടി എടുത്തുള്ളത്. സുഖമായിട്ട് കയറുന്നുണ്ട്. ദിലീപ് ഓടിക്കണോ? താങ്ക് യു.